വിവാദത്തിന്റെ ലദ്ദത്ത് കിട്ടാനാന്നും പറഞ്ഞിട്ട് വൃത്തികെട്ട ത്വരീഖത്ത് എന്നുള്ള പേരിലുള്ള ഈ ആധുനിക കൾട്ടുകളിൽ പോയിട്ട് അകപ്പെടും. അതൊരു ഒഴുക്കുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒഴുക്കുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് ഏതോ ഒരു ആത്മീയ സംഘം എന്ന് പറയുന്ന ആളുകൾ വലിയ സംവിധാനങ്ങളും മഠമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റൊരിടത്ത് എല്ലാ മതവിശ്വാസികൾക്കും കയറി ആരാധന ചെയ്യാൻ പറ്റുന്നത് എന്നും പറഞ്ഞിട്ട് ഒരു കെട്ടിടവും അനുബന്ധ സംഗതികളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കെട്ടിടങ്ങളും ആശ്രമങ്ങളും ഇല്ലാത്തവരും പല ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ മുദബ്ബിറുൽ ആലമിനെ കൊണ്ടും ഖുത്ബുൽ അഖ്താബിനെ കൊണ്ടും കേരളത്തിൽ കൂടെ നടക്കാൻ പറ്റാതായിരിക്കുന്നു. ചവിട്ടിനടുത്തൊക്കെ കുറ്റങ്ങളാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ക്ലീൻ ഷേവ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് കണ്ണടക്കെ വെച്ചിട്ട് ഇത്രക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ വരിക, ആളിങ്ങനെ പാട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കുക. ഈ പാട്ടെന്താണെന്നറിയങ്ങള്? ഓറാണ് ഖുത്ബുൽ അഖ്താബ്, ഓറാണ് മുദബ്ബിറുൽ ആലം. ഈ ആളാണല്ലോ ഈ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളാണല്ലോ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് പാട്ടിനനുസരിച്ച് ഇങ്ങനെ ആൽബത്തിൽ അഭിനയിക്കുക, അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. വേറെ കുറെ ചങ്ങാതിമാര് ചില ഔലിയാക്കൾ അങ്ങോട്ട് പറഞ്ഞു കയറ്റിയിട്ട് അർശിന്റെ അധിപൻ, ലോകം സൃഷ്ടിക്കണീന്റെ മുമ്പുള്ളയാൾ, ബദരീങ്ങൾക്ക് മൊത്തം സമായാണ്. എവിടെ കിടക്കുന്നവരുടെ ബോധം? 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. സുന്ദുസി മടവൂര് സിദ്റ. എവിടെ കിടക്കുന്നു പടച്ചറബിലുള്ളവരുടെ വിശ്വാസം? ഖുർആനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളും കാണുക പോലും ചെയ്യാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇത്തലത്തിലേക്ക് ഉയർത്തുക. പറഞ്ഞു 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 പറഞ്ഞ അവസാനം CM ആരാ പടച്ചോനാണോ ചോദിക്കണവരോട് നീ പറയേ അതെ അതെ ഞങ്ങളെ പടച്ചോൻ CM ആണെന്ന് അറിയണം. ഇസ്ലാമിൽ എന്ത് സ്ഥാനഭിന്നറ്റങ്ങൾക്കൊക്കെ ഉള്ളത്? മനുഷ്യനെ നശിപ്പിക്കാനുള്ള വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നു, ആത്മീയതയുടെ പേരിൽ പോലും. എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ച് മിൻ അജലി ദിക്രില്ലാഹി, ദിക്റിന്റെ കാരണത്താൽ ഹൃദയം കറുത്തു പോകുന്നവരെ കുറിച്ച് ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട്.